ഞാൻ MBBS എന്നൊരു ലക്ഷ്യമായിട്ട് തന്നെയാണ് സാർ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്ന സ്റ്റേജിൽ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കും അല്ലേ സാറേ, അതൊരു എന്തായി അഫ്സലെ, ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ചോദ്യം, എന്തായി അഫ്സലെ MBBS എയിംസ് ആണോ, കളിയാക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നെ എനിക്ക് MBBSലേക്ക് എന്തോ എത്തിപ്പെടാൻ സാധിച്ചില്ല. ഞാനും ഇതുപോലെ MBBS കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ശിവൻ സാറിൻ്റെ നമ്മുടെ CCBM പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ കാണുന്നതും. അപ്പോൾ അഗ്രികൾച്ചർ മേഖല ഇല്ലാതെ ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണാനായി സാധിക്കാത്ത ഒരു സ്റ്റേജ്, ഒരു ലോകം തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും സാർ. ഞാനും തുടക്കത്തിൽ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലാതായിരുന്നു കോഴ്സ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അഗ്രികൾച്ചർ മേഖല തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് അവിടെയും അബ്രോഡിലുമൊക്കെ ഉള്ള ഒരു സാധ്യതകളെ കുറിച്ച് പറയാനാണെങ്കിലോ? ഈയിടെ തൊട്ടടുത്ത് തന്നെ പാസ് ഔട്ടായി പോയവരൊക്കെ തന്നെ ലൈക്ക് ഹയർ സ്റ്റഡീസൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ കൺട്രീസിലാണ്. എല്ലാ മേഖലകളിലൂടെയും പറ്റുന്ന പരമാവധി എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്നൊരു സിലബസാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഏതിപ്പം MBBS BDS ഹോമിയോപ്പതിയോ എവിടെ ചെന്നാലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പല ഫ്രണ്ട്സും ബ്രില്യൻറ്റിൻ്റെ പല ഫ്രണ്ട്സും ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിലൂടെ അനന്തമായ സാധ്യതകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. MBBS മാത്രമല്ല, മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു നീറ്റ് എക്സാമിന് നല്ല സ്കോറൊക്കെ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് അത്തരത്തിലൊരു വിദ്യാർത്ഥിയാണ്. അതായത് MBBS തന്നെയായിരുന്നു ലക്ഷ്യം. MBBS സീറ്റ് കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി 2023 നീറ്റ് എക്സാം എഴുതുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചെറിയ സ്കോറുകൾ, അതായത് 452 സ്കോറാണ് അന്ന് കരസ്ഥമാക്കാൻ സാധിച്ചത്. അഫ്സൽ ഒരുപാട് വിഷമത്തിലായിരുന്നു, ഒരുപാട് സങ്കടങ്ങളിലൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് വളരെ നിർണായകമായിട്ട് ശിവൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുകയാണ്, അഗ്രികൾച്ചർ മേഖലയിലെ സാധ്യതകളെക്കുറിച്ചുള്ളൊരു വീഡിയോ. ആ വീഡിയോയിലൂടെ MBBS എന്ന സ്വപ്നത്തെ മനസ്സിൽ നിന്നും ചെറുതായി ഒന്ന് മാറ്റി നിർത്തി സേവന മനോഭാവത്തോടുകൂടി തന്നെ അഗ്രികൾച്ചർ എന്ന മേഖലയിലേക്ക് എത്തിയ ഒരാളാണ് അഫ്സൽ. അഫ്സലിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരിക്കലും ഗിവപ്പ് ചെയ്യാതെ താൻ എത്തിപ്പെടുന്ന മേഖല എന്താണോ ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അഫ്സൽ. അതുകൊണ്ട് തന്നെ അഫ്സൽ അഗ്രികൾച്ചർ എന്ന മേഖല സെലക്ട് ചെയ്യുന്നു അല്പം വിഷമത്തോടുകൂടി. പക്ഷേ ചെന്നെത്തിയത് വേറിട്ടൊരു ലോകത്തേക്കാണ്. തീർച്ചയായിട്ടും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഈ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അഫ്സൽ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അഗ്രികൾച്ചറിൻ്റെ അനന്തമായ സാധ്യതകളും അതുപോലെ അഫ്സൽ അറിയുന്ന ആ ഒരു അഗ്രികൾച്ചർ ക്യാമ്പസും ഒക്കെയാണ്. അഫ്സൽ ഇപ്പോൾ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് സാർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ തൃശ്ശൂർ മണ്ണൂത്തിയിൽ കോളേജ് ഓഫ് കോപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോളേജിലാണ്. ഓക്കെ. അപ്പോൾ അഫ്സൽ, അതുകൂടാതെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അഫ്സലിൻ്റെ നാട്, അഫ്സലിൻ്റെ പേരൻസ് എന്ത് ചെയ്യുന്നു, അഫ്സൽ പഠിച്ച സ്കൂൾ, ഇതെല്ലാം ഒന്ന് പറയാം. അതെ, എൻ്റെ ഫുൾ നെയിം വരുന്ന അഫ്സൽ കരീം ഹുസൈൻ എന്നാണ്. ഞാൻ പഠിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. എൻ്റെ നാട് കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് സാർ കോളേജ് ഓഫ് കോപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ അഫ്സൽ, ശരിക്കും പറഞ്ഞാൽ അഫ്സൽ ഇന്ന് ഇവിടെ ഹീറോ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നീറ്റ് എഴുതി വളരെ കുറച്ച് മാർക്കുകൾക്ക്, ഇപ്പോൾ 300 റേഞ്ചിലുള്ള വിദ്യാർത്ഥികളുണ്ട്, 400 റേഞ്ചിലുള്ള വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ പലവട്ടം റിപ്പീറ്റ് ചെയ്തവരൊക്കെയാണ്. അപ്പോൾ അഫ്സലിനും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ അഫ്സലിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് നീറ്റ് എന്ന ലക്ഷ്യവുമായിട്ട് ബ്രില്യനിലേക്ക് എത്തുന്നു, നന്നായിട്ട് പഠിക്കുന്നു, പക്ഷേ കുറച്ച് മാർക്കുകൾക്ക് നമുക്ക് സീറ്റ് നഷ്ടമാകാതെ തോന്നുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അഫ്സൽ നേരെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന മേഖലയുടെ സാധ്യതകളെക്കുറിച്ച് അറിയുന്നത്. അവിടേക്ക് ചെല്ലുന്നു. അവിടെ അഫ്സൽ കണ്ടൊരു ലോകമുണ്ട്, അഫ്സൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു ലോകമുണ്ട്, ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ആദ്യമേ തന്നെ അഫ്സലിൻ്റെ ഒരു നീറ്റ് കാലഘട്ടവും അതിൽ നിന്ന് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിലേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
ഞാൻ MBBS എന്നൊരു ലക്ഷ്യമായിട്ട് തന്നെയാണ് സാർ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് MBBS വേണം എന്നുള്ളൊരു ഫുൾ മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് വെച്ചാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. ഇവിടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ലൈഫിലാണെങ്കിലും ആഫ്റ്റർ മുന്നോട്ടുള്ള ലൈഫിലാണെങ്കിലും ഇവിടുത്തെ കോമ്പറ്റീഷൻ രീതികളും എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ എനിക്ക് MBBSലേക്ക് എന്തോ എത്തിപ്പെടാൻ സാധിച്ചില്ല. ആസ് ഓഫ് നൗ ഞാൻ ഇപ്പം കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നു. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ്. നമ്മൾ CCBM എന്നാണ് ഷോർട്ട് ഫോമിൽ നമ്മുടെ കോളേജിനെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കി. ഞാൻ ശിവൻ സാറിൻ്റെ വീഡിയോ തന്നെ കണ്ടാണ് അത് മനസ്സിലാക്കിയത്. ഞാനും ഇതുപോലെ MBBS കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ശിവൻ സാറിൻ്റെ നമ്മുടെ CCBM-നെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ കാണുന്നതും അതിനെപ്പറ്റി അറിയുന്നതും. പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ വ്യക്തമായില്ല എന്താണ് കോളേജ്, എന്താണെന്ന് അഗ്രികൾച്ചർ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പോയി കണ്ട് കേട്ടറിയുന്ന പോലെയല്ലോ അനുഭവിച്ചറിയുന്നത്. തീർച്ചയായിട്ടും സാറേ. അപ്പം ഇപ്പം ഞാൻ അനുഭവിച്ചറിഞ്ഞു. നല്ലൊരു എന്താ പറയുന്നത് സന്തുഷ്ടമായ ഒരു എന്താ പറയുക ഒരു ലൈഫിലൂടെ കടന്നു പോകുന്നു. ഓക്കെ. അപ്പോൾ അഫ്സലെ, നമ്മളെ കേൾക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ അഫ്സൽ പറഞ്ഞു, അഫ്സൽ ശിവൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് അനുഭവിച്ചറിഞ്ഞ ആൾ പറയുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണ്. അഗ്രികൾച്ചർ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും ലൈഫ് ഇതിലൂടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുക, അതോ MBBS എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ അഫ്സലിന് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയെക്കുറിച്ച്, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ, ഈ ഒരു അഗ്രികൾച്ചർ മേഖലയെക്കുറിച്ച് അഫ്സലിന് എന്താണ് പറയാനുള്ളത്? സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള കൂടുതൽ മജോറിറ്റി ഓഫ് ആൾക്കാരും അഗ്രികൾച്ചർ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അഗ്രികൾച്ചർ മേഖല ഇല്ലാതെ ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണാനായി സാധിക്കാത്ത ഒരു സ്റ്റേജ്, ഒരു ലോകം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും സാർ. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യതകൾ, അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഞാനിപ്പോൾ പഠിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്. തൃശ്ശൂരാണ് കോളേജ് വരുന്നത്. നമ്മുടെ കോളേജിൽ മെയിൻലി UG, PG, PhD, പിന്നെ MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് പോലുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നീറ്റിന് ശേഷം നമുക്ക് UG പ്രോഗ്രാമിലാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. BSc ഹോണേഴ്സ് ഡിഗ്രിയാണ്, പ്രൊഫഷണൽ ഡിഗ്രിയാണ് സാർ. 4 കൊല്ലമാണ് നമ്മുടെ ഡിഗ്രി വരുന്നത്, ഞാൻ പഠിക്കുന്ന ഡിഗ്രി വരുന്നത്. അപ്പോൾ അതിനകത്ത് 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, റൂറൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ റൂറൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇതിനൊക്കെ PGയും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർക്കും ഈ കോളേജ് ജസ്റ്റ് UG കൊണ്ട് നിർത്തും എന്നൊക്കെ. ഞാൻ അങ്ങനെയാണ് എൻ്റെ കൺസെപ്റ്റ് അതായിരുന്നു. ഞാൻ UG കൊണ്ട് മാത്രം നിർത്തേണ്ടി വരുമോ എന്നൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് നമുക്കിതിന് PG ഉണ്ട്, PhD വരെ ഉണ്ട്, ഈവൻ നമുക്ക് MBA വരെ നമുക്കിതിൽ ഉപരിപഠനമായിട്ട് നമുക്ക് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. സോ ഇത് ഒരു UG ലെവൽ കൊണ്ട് മാത്രം നിർത്തുന്ന ഒരു കോഴ്സ് അല്ല. ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ. തീർച്ചയായിട്ടും. അഫ്സൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ അറിയാൻ ആഗ്രഹം ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലെ സാധ്യതകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ അതൊരു പുതിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി എന്താവും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ഒരു ദീർഘവീക്ഷണം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അഫ്സലിന് അവിടെ പഠിച്ച കുട്ടികളെ അറിയാം, പഠിച്ചിറങ്ങിയ ഒരുപാട് സീനിയേഴ്സിനെ അറിയാം. അഫ്സൽ ഓൾറെഡി അവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസിനൊക്കെ അറിയായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാനും തുടക്കത്തിൽ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലാതായിരുന്നു കോഴ്സ് ജോയിൻ ചെയ്തത്. അതായത് എന്താണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഇതിൻ്റെ ഉപരിപഠന സാധ്യതകളെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ കൃത്യമായ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴ്സിൻ്റെ സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് അലൂമിനീസ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മെയിൻലി 4 ഫീൽഡ് അല്ലെങ്കിൽ 4 മേഖലകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് ബാങ്കിങ് മേഖല, നമ്മുടെ UG കോഴ്സിൻ്റെ പേര് വരുന്നത് BSc ഹോണേഴ്സ് ഡിഗ്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. UG BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്നാണ് UG ഡിഗ്രിയുടെ പേര് വരുന്നത്. അപ്പോൾ അതുപോലെ UGയിൽ ഈ പറയുന്ന പേര് പോലെ തന്നെയാണ് മെയിൻലി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ബാങ്കിങ് മേഖല, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മേഖല, പിന്നെ ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഒക്കെ നമുക്ക് സാധ്യതകളുണ്ട്.
അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് മേഖലകളിൽ ഇതുപോലെ സാധ്യതകളുണ്ട് നമ്മുടെ കോഴ്സിന് ശേഷം. ഞാൻ ആദ്യം ബാങ്കിങ് സെക്ടറിൻ്റെ കാര്യം തന്നെ പറയാം. സാറിന് അറിയാമല്ലോ, നമ്മുടെ ടോപ്പ് എല്ലാവർക്കും അറിയാം, ടോപ്പ് ബാങ്കായിട്ട് RBI, നമ്മുടെ RBIയിൽ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ഉണ്ട്, നമുക്ക് SBIയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സിലും വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് നമ്മുടെ CNBയിൽ നിന്നും പാസ് ഔട്ടായി പോയിട്ടുണ്ട്. അതെ, കുട്ടികളാണ് തീർച്ചയായിട്ടും. പിന്നെ കോപ്പറേറ്റീവ് മേഖലകളുണ്ട്. ഇപ്പം ബാങ്കിങ് മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ ഇസാഫ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ കുറേ മിക്ക ബാങ്ക്സിലും നമുക്ക് വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ്, പിന്നെ PO ആയിട്ട്, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന, ലൈക്ക് എങ്ങനെയാണോ എക്സ്പീരിയൻസ് അനുസരിച്ച് പ്രൊമോട്ട് ചെയ്ത് പോകുന്നവരായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ നേരെ തന്നെ മെയിൻ പോസ്റ്റിൽ കയറുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറാണ് അടുത്ത് വരുന്നത്. കോപ്പറേറ്റീവ് സെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിനറിയാം, നമുക്ക് മിൽമ കോപ്പറേറ്റീവ് സെക്ടറാണ്. കേരള ബാങ്ക് കോപ്പറേറ്റീവ് മേഖലയാണ്. പിന്നെ ആണെങ്കിൽ വരുന്നത് നമ്മുടെ UCBs, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കോപ്പറേറ്റീവ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സീനിയേഴ്സ് നമുക്കുണ്ട്. ഈ കോപ്പറേറ്റീവ് മേഖലകളിൽ മെയിൻലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമുക്ക് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് സീനിയേഴ്സ് നമ്മുടെ പാസ് ഔട്ടായി പോയിട്ടുണ്ട്. പിന്നെ സാറേ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ, പിന്നെ വേറെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്ടേഴ്സിലൊക്കെ, അല്ലെങ്കിൽ സെൻട്രലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് കിലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ LIC, KSFE പോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. റിലയൻസ്, ജിയോജിത്ത് പോലുള്ള പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സീനിയേഴ്സ് നമുക്കുണ്ട്. സോ ഏകദേശം എല്ലാവരും തന്നെ ഏകദേശം പ്ലേസ്ഡ് ആയിട്ട് വരുന്നുണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ അഗ്രികൾച്ചർ മേഖലയിൽ അല്ലെങ്കിൽ ഇതിലൂടെ വന്ന് പഠിക്കുന്ന കുട്ടികളിൽ ഏകദേശം എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആവുന്നുണ്ട്, നല്ല കമ്പനികൾ. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പ്ലേസ്ഡ് ഒന്നെങ്കിൽ അവർ ജോലിക്ക് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയിട്ടുണ്ട്. ലൈക്ക് ടോപ്പ് സ്കൂൾസിൽ തന്നെ IIT, IIM പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മുടെ സീനിയേഴ്സായിട്ട് പഠിക്കുന്നുണ്ട് ആഫ്റ്റർ UG പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ അഫ്സൽ പറഞ്ഞത് നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള ജോലി സാധ്യതകളും ഒക്കെ ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ പുറത്തേക്കുള്ള കുട്ടികളുടെ ഒരു പോക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ അഗ്രികൾച്ചർ മേഖല തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് അവിടെയും അബ്രോഡിലുമൊക്കെ ഉള്ള ഒരു സാധ്യതകളെ കുറിച്ച് പറയാനാണെങ്കിലോ? സാറ് നമ്മുടെ സീനിയേഴ്സായിട്ട് വരുന്നവർ, ലൈക്ക് ഈയിടെ തൊട്ടടുത്ത് തന്നെ പാസ് ഔട്ടായി പോയവരൊക്കെ തന്നെ ലൈക്ക് ഹയർ സ്റ്റഡീസൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ കൺട്രീസിലാണ്. ലൈക്ക് കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ പോലുള്ള ഡിഫറെൻറ്റ് കൺട്രീസിൽ PG PhD ഒക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ പിന്നെ കാര്യം അറിയാമല്ലോ, ലൈക്ക് നമ്മളവിടെ പഠിച്ചാലാണ് കൂടുതൽ ജോലി കിട്ടാനൊക്കെ എളുപ്പം. ലൈക്ക് ഇവിടുന്ന് നമ്മൾ നോർമൽ ഒരു ഡിഗ്രി ഇപ്പം MBBS പഠിച്ചാലും അവിടെ പോയി ചിലപ്പോൾ MD ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ കാണും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹം, ഏതൊക്കെ സിലബസിലൂടെയാണ് ഈ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സ് കടന്നു പോകുന്നത്? അതെ സാറ്, നമുക്ക് മെയിൻലി ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു സിലബസാണ് വരുന്നത്. എല്ലാ മേഖലകളിലൂടെയും പരമാവധി എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്നൊരു സിലബസാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സാർ മെയിൻലി പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് നമുക്കിതിൽ. എക്കണോമിക്സ്, പിന്നെ കോപ്പറേറ്റീവ്, മാർക്കറ്റിംഗ്, ബാങ്കിങ് പോലുള്ള മെയിൻ സബ്ജക്ട്സ് ഉണ്ട്, കോർ സബ്ജക്ട്സ്. പിന്നെ അല്ലാതെ നമുക്ക് സബ്ജക്റ്റ് വരുന്നുണ്ട്, അതായത് ഫിഷറീസ് ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഫോറസ്ട്രി പഠിക്കുന്നുണ്ട്, എൻഡമോളജി പഠിക്കുന്നുണ്ട്, പത്തോളജി പഠിക്കുന്നുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ എക്കണോമിക് കാര്യങ്ങൾ മാത്രമല്ലാതെ എല്ലാ കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക്. അതുപോലെ അഫ്സൽ, ഈ BSc ഹോണേഴ്സ് ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ഐക്കർ അക്രഡിറ്റേഷൻ ഇല്ല എന്നുള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എത്രത്തോളമാണ്? സാർ, ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഐക്കർ അക്രഡിറ്റേഷൻ ഇല്ല, കോഴ്സിനില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ അക്രഡിറ്റേഷൻ ഇല്ല, BSc അഗ്രികൾച്ചറിനൊക്കെ അക്രഡിറ്റേഷൻ ഉണ്ട്, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവോ മുന്നോട്ടുള്ള ജോലി സാധ്യതയ്ക്കൊക്കെ. പക്ഷേ പേഴ്സണലി ഞാൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി, ഞാൻ പഠിച്ചിറങ്ങിയവരെയും കണ്ടുകൊണ്ട് പറയുകയാണ്, അതൊരു തടസ്സമെന്ന് പറയാനേ ഇല്ല. സത്യത്തിൽ പറയാനൊരു തടസ്സമല്ല, അക്രഡിറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടൊരു തടസ്സമില്ല. മേ ബി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴ്സ് വരുന്നത്
ആ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ എക്കണോമിക്, ഇപ്പം കോർപ്പറേഷൻ ബാങ്കിങ് മേഖലകളിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ബിസിനസ് മേഖലകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതുപോലെ വേറെ കോഴ്സായിട്ടുള്ള എൻഡമോളജി, പത്തോളജി, സോയിൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ അതിൻ്റെ ഒരു ഉപരിപഠനത്തിന് വേണ്ടി പോകാനായി നമുക്കൊരു ഡിഫിക്കൽട്ടി, ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അക്രഡിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്, അതായത് എക്സാം എഴുതി ഐക്കറിൻ്റെ എക്സാം എഴുതിയിട്ട് നമുക്ക് ഐക്കറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പഠിക്കാനായി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. മെയിൻലി നമ്മളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുള്ള കോർ സബ്ജക്ട്സ് ആയിട്ടുള്ള സബ്ജക്ട്സിലായതുകൊണ്ട് തന്നെ അതിലേക്കാണ് കൂടുതൽ പിള്ളേരും പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻസും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം അതൊരു തടസ്സമെന്ന് പറയാനായി സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം സാർ. നമുക്ക് പ്രോഗ്രാംസ്, അതായത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ നീറ്റ് പ്രഷർ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും ആഗ്രഹിക്കുന്നതായിരിക്കും കോളേജിൽ പോയി വൈബ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് പ്രോഗ്രാംസ്, അതിനുവേണ്ടി വരുന്നുണ്ട്. ഓൾ ഇന്ത്യ സ്റ്റഡി ടൂർ വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യ സ്റ്റഡി ടൂർ വരുന്നുണ്ട്, പിന്നെ വില്ലേജ് സ്റ്റേ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ELP പ്രോഗ്രാംസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു 75% ഓഫ് കാര്യങ്ങളും അഫ്സൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി നമുക്ക് അറിയേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്യാമ്പസിലേക്ക് വന്നതിന് ശേഷം ഇവർക്കുണ്ടാവുന്ന ഫീസും അതുപോലെ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഫുഡും അതൊക്കെ ഒരു പേരൻസിനൊക്കെ ഒരു കൺസേൺ ആണല്ലോ. അതുകൂടെ ഒന്ന് പറയാം അഫ്സൽ. അതിൽ ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങി. ഫീസ് ഏകദേശം 15,000 ആണ് പെർ സെമസ്റ്റർ വരുന്നത് ഫീസ്. ആ ഫീസ് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി അനുസരിച്ച് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ്സ്, ഹോർമിസ് തരകൻ പോലുള്ള പല ഡിഫറെൻറ്റ് സ്കോളർഷിപ്പ്. പിന്നെ അടുത്തത് ഹോസ്റ്റലിൻ്റെ കാര്യം സാർ ചോദിച്ചല്ലോ. ഹോസ്റ്റൽ ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വൈഫൈ ഒക്കെ ഉള്ള എല്ലാ സൗകര്യവും, ഞാൻ അതാ പറഞ്ഞത്, വൈഫൈ, വാഷിംഗ് മെഷീൻ എല്ലാം. നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഫീൽ തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഫുഡും അടിപൊളി ഫുഡാണ്, സെറ്റപ്പ് ഫുഡൊക്കെ. ഓക്കെ. ഇപ്പോൾ അഫ്സൽ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ബ്രില്യൻറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രില്യൻറ്റിയൻ അതിപ്പോൾ ഏത് മേഖലയിൽ ചെന്നാലും അവിടെ ഉണ്ടാവാറുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഏറെ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയട്ടെ, അഫ്സൽ നമ്മുടെ അഗ്രികൾച്ചർ വിദ്യാർത്ഥിയായിട്ട് ആ ഒരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കണ്ട ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ആ കാണുന്ന കലാലയമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ഇപ്പം അവിടെ ഒരുപാട് ബ്രില്യൻറ്റിയൻസ് ഉണ്ടാവാം. തീർച്ചയായിട്ടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയണം. അവിടെ കണ്ട ബ്രില്യൻറ്റിയൻസിനെയും അതുപോലെ തന്നെ ഒരു ക്യാമ്പസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ഒരു ബ്രില്യൻറ്റിയൻ മയം ഉള്ളതുപോലെ തന്നെ, ഏതിപ്പം MBBS-ഓ BDS-ഓ ഹോമിയോപ്പതിയോ എവിടെ ചെന്നാലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പല ഫ്രണ്ട്സും, ബ്രില്യൻറ്റിൻ്റെ പല ഫ്രണ്ട്സും ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരുമിച്ച് പഠിച്ചവരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കുറച്ച് മാർക്കുകൾക്ക് MBBS സീറ്റ് നഷ്ടപ്പെടുന്നു, പക്ഷേ വേറൊന്നും ചിന്തിച്ചില്ല, ടെൻഷൻ അടിച്ചില്ല, നേരെ സ്ട്രൈറ്റ് ഫോക്കസ് അഗ്രികൾച്ചർ, അങ്ങനെ എത്തിയവർ. അതുപോലെ തന്നെ സാർ നമ്മുടെ കോളേജ് BSc ഹോണേഴ്സ് കോളേജ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിക്കുന്ന പലരും എൻ്റെ ബ്രില്യൻറ്റിയൻസ് ആണ്, പേഴ്സണലി അറിയാവുന്നവരും കൂടിയാണ്. അതുകൊണ്ടൊരു തുടക്കത്തിൽ ചെന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കണ്ടുപരിചയമുള്ള ആൾക്കാർ നമ്മുടെ ഒരേ സീറ്റിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും സാർ, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. കോളേജ് ആംബിയൻസിനെ കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കല്പം ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ക്യാമ്പസ് ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ ഇതൊരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, സാധാരണ ഒരു ക്യാമ്പസ് പോലെ ആയിരിക്കില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞറിയിക്കുക ഞങ്ങൾ. തീർച്ചയായിട്ടും സാർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്കൊരു കാംനെസ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് നമുക്ക് അവിടെ ജീവിക്കാനേ പറ്റും. ഈ ഒരു ടൗണിലൊക്കെ ജീവിച്ച സ്റ്റുഡൻസ് കാണും, അല്ലെങ്കിൽ ഒരു പക്ക ക്യാമ്പസ് ലൈഫ് നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ജിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ഫെസിലിറ്റി, സ്പോർട്സ് ഫെസിലിറ്റീസ്, ആർട്സിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര സീറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്? നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയാം. അതെ അതെ, ഞങ്ങൾ ഡിഫറെൻറ്റ് കോളേജസ് നമ്മുടെ സെൻട്രൽ ക്യാമ്പസിൽ മെയിൻലി 4 കോളേജസാണ് വരുന്നത്. 4 കോളേജസും തമ്മിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്.
അതുപോലെ തന്നെ സാറ് ചോദിച്ചില്ലേ നമ്മുടെ കോഴ്സിൻ്റെ സീറ്റ് BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് നീറ്റിന് ശേഷം 43 സീറ്റാണ് വരുന്നത്. അതെ, 43 സീറ്റാണ്. അപ്പം അത്രയൊരു സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ലൈക്ക് നമ്മളെല്ലാവരും പറയും, അതായത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ഒരു യൂണീക്ക് കോഴ്സാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും കൂടുതലാണ്. അതെ സാർ, എല്ലാവർക്കും പ്ലേസ്ഡ് ആവാനുള്ള ഒരു അവസരമുണ്ട്. തീർച്ചയായിട്ടും സാർ. നമ്മുടെ കോളേജിലെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഈ അടുത്ത് വരെ പഠിച്ചിറങ്ങിയ ആൾക്കാർ വരെ ഒന്നെങ്കിൽ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ജോബ്സിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ് സാർ. ഇപ്പോൾ അഫ്സൽ ഈ ഒരു മേഖലയിലേക്ക് വന്നു, ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ വിദ്യാർത്ഥികൾ ചിന്തിക്കുക, എൻ്റെ മേഖല ഇതാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റിനൊത്ത് പോകാൻ പറ്റിയൊരു കോഴ്സാണോ ഇത്? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരുപക്ഷെ അഫ്സലും അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കും, ഏത് മൈൻഡ് സെറ്റുള്ള കുട്ടികളാണ് ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിലേക്ക് വരേണ്ടത്? അവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? അതൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും സാർ. ഞാൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെയിം കൈൻഡ് ഓഫ് ചിന്താഗതിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. നീറ്റിന് MBBS നീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് MBBS ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ MBBS വേണം, MBBS കിട്ടണം. അതിന് മെയിൻലി പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ സാമൂഹിക സേവനം അല്ലേ. MBBS എന്ന് പറയുമ്പോൾ സമൂഹത്തോട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഏർണിങ്സ്. തീർച്ചയായിട്ടും മാക്സിമം ഏർണിങ്സ് സമ്പാദിക്കുക, ആ ഒരു കാര്യം. അപ്പം അതുപോലെ തന്നെ സാർ, എനിക്ക് ഈ ഒരു സെക്ടറിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലോട്ട് വന്നപ്പോൾ, ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ, കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോളേജിലോട്ട് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് അവിടെയും ഈ ഒരു സെയിം പാത്താണ് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു സെയിം മെൻറ്റാലിറ്റി അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ് എനിക്ക് അവിടെയും കണ്ടുപിടിക്കാനേ സാധിച്ചത്. കോപ്പറേറ്റീവ് മേഖലയുടെ തന്നെ അടിസ്ഥാനം എന്ന് വെച്ചാൽ തന്നെ സാമൂഹിക സേവനം അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ഏർണിങ്സും ഇവിടെയും ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് സെയിം എന്ന് തന്നെ പറയാം. സാർ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൈൻഡ് സെറ്റിലേക്ക് വരാം. ഒരു സ്പെസിഫിക് മൈൻഡ് സെറ്റ് എന്തായാലും വേണം. ഏത് കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും മൈൻഡ് സെറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു അയ്യോ വന്ന് പെട്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത്, അല്ലെങ്കിൽ മാക്സിമം ഇൻഫോർമേഷൻ മാക്സിമം ഇടത്തിൽ അല്ലെങ്കിൽ സ്ഥലത്തു നിന്നും നോളജ് ഗ്രാബ് ചെയ്യുക, ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതം എന്ന് പഠിക്കുക എന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന കോഴ്സ്. അതുപോലെ തന്നെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ കൊമേഴ്സ് ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അല്ലെങ്കിൽ കൊമേഴ്സിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ കൊമേഴ്സിനെ പറ്റി പഠിക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ, കോപ്പറേറ്റീവിനെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, ബാങ്കിങ്, ഫൈനാൻഷ്യൽ സെക്ടർ, ബിസിനസ് സെക്ടേഴ്സിനെയൊക്കെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ എടുക്കാൻ പറ്റിയ ലൈക്ക് ബെസ്റ്റ് കോഴ്സാണ്. നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ബെസ്റ്റ് കോഴ്സാണ് ഇത് വരുന്നത്. അഫ്സൽ, ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അഫ്സൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു കാര്യം മാത്രം അഫ്സൽ ഇതിൽ പറഞ്ഞില്ല. അത് അഫ്സലിന് 2023 അഫ്സൽ നീറ്റ് എഴുതുന്നത്. അന്ന് കിട്ടിയ സ്കോർ എത്രയായിരുന്നു? എനിക്ക് 452 ആയിരുന്നു അന്ന് കിട്ടിയ സ്കോർ, നീറ്റ് സ്കോർ. MBBS സീറ്റ് സ്വപ്നം കണ്ട് എഴുതിയതാണ്, പക്ഷേ ചെറിയ മാർക്കുകൾക്ക് നമുക്കത് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കാം. ഒറ്റ ചോദ്യം, ആ വിഷമത്തെ, ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ, ഒരുപാട് പേര് പറയാറുണ്ട് ഡിപ്രഷനാണ്, അതിനെങ്ങനെ തരണം ചെയ്ത് മുന്നിലോട്ട് വന്നു? തരണം ചെയ്ത് മുന്നിലോട്ട് വന്നപ്പോൾ അഫ്സലിനുണ്ടായൊരു ചേഞ്ച്? സാർ, ആക്ച്വലി 452 എന്ന് പറയുന്ന മാർക്ക് ഫസ്റ്റ് ട്രയലാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ +2 ശേഷം നേരിട്ട് വന്ന് നീറ്റ് എഴുതുന്ന ഒരു ആളായിരുന്നു. എന്നിട്ട് ഞാൻ അതിന് മുമ്പ് എഴുതിയിട്ടില്ല നീറ്റ്. വന്ന് നീറ്റ് എഴുതി, എനിക്ക് 452 കിട്ടി. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു, കുറച്ചുകൂടി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു ട്രൈ വെച്ച് അല്ലെങ്കിൽ ഞാൻ പ്രയത്നിച്ച് വെച്ച് ഞാൻ കുറച്ചുകൂടി എക്സ്പെക്റ്റ് ചെയ്തതിന്, പക്ഷേ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. +2 ബെർലിൻ്റെ ഓൺലൈനിൽ പഠിച്ചു? അല്ലല്ല, ഞാൻ സെപ്പറേറ്റ് 1 ഇയർ പഠിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഈ മാർക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരു അയ്യോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കിതേ ഉള്ളൂ, പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് വെച്ചായിരുന്നു ഞാൻ അന്ന് ഓർത്തുകൊണ്ടിരുന്നത്.
അപ്പം എനിക്ക് മെഡിക്കൽ അലൈഡിൻ്റെ സാധ്യതകളൊന്നും അറിയത്തില്ല. അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് പിന്നെ ശിവൻ സാറിൻ്റെ വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിവൻ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ അലൈഡ് കോഴ്സ് ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റാണ് ഫാമിലി പുറത്തുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ബിസിനസ് മേഖല, ഞാൻ സിലബസ് ഒക്കെ നോക്കിയായിരുന്നു. നമ്മുടെ സൈറ്റുണ്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്ക് ആൻഡ് മാനേജ്മെൻറ്റ് സൈറ്റുണ്ട്. സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സിലബസ് ഒക്കെ എനിക്ക് താല്പര്യം, കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് ഞാൻ നേരെ പോയി ഓപ്റ്റ് ചെയ്തു. പിന്നെ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്ന സ്റ്റേജിൽ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കും, അല്ലേ സാറേ അതൊരു എന്തായി അഫ്സലെ, എങ്ങനെയായിരുന്നു ആദ്യത്തെ ചോദ്യം, എന്തായി അഫ്സലെ MBBS സോറി എയിംസ് ആണോ, കളിയാക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ പിന്നെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് എന്താണ് കോഴ്സ്, എനിക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എനിക്ക് മെയിൻലി എനിക്ക് പറയാനുള്ളത്, ഞാൻ MBBS ചിലപ്പോൾ പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു. CNBയിൽ അല്ലെങ്കിൽ BSc CNB എടുത്തുകൊണ്ടാണ് എനിക്ക് സാറിനോട് ചിലപ്പോൾ, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു തുടക്കത്തിൽ. അപ്പോൾ മേ ബി എനിക്ക് സാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന പോലും ആ ഒരു കോഴ്സിൻ്റെ ഒരു ബലമായിട്ട് തന്നെ ഞാൻ കൂട്ടുന്നു. ആ കോഴ്സ് ഒരുപാട് മാറ്റി. തീർച്ചയായിട്ടും സാർ, എൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് പല വിധത്തിലും കോഴ്സ്. ഈ ഒരു സെയിം സിറ്റുവേഷൻ കീപ്പ് ചെയ്യുന്ന ബ്രില്യൻ്റിലെ കുട്ടികളോട് എന്താ അഫ്സലിന് പറയാനുള്ളത്? സാർ മെയിൻലി എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞു. മേ ബി ഫസ്റ്റ് ട്രൈ കൊണ്ട് ഇപ്പം MBBS അത്രമാത്രം സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സെക്കൻഡ് ട്രൈ, തേർഡ് ട്രൈ, ഫോർത്ത് ട്രൈയിലൊക്കെ പോവുക. ലൈക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫിക്സ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകണം തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മേ ബി എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, താല്പര്യമുള്ള ഒരു സിലബസും അല്ലെങ്കിൽ ഒരു കോഴ്സും ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറേ, എൻ്റെ ബ്രില്യൻറ്റിലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ലൈക്ക് മാർക്ക് കുറവ് എന്നുള്ളൊരു രീതിനെ നിങ്ങൾ അങ്ങനെ കാണരുത്. എവറിത്തിങ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ്, അല്ലേ സാർ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. യെസ്, ഗുഡ് റീസൺ എന്ന് പറയുക. കാരണം എനിക്കത് പേഴ്സണലി ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, എവറിത്തിങ് ഫോർ ദ ബെസ്റ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കും, നല്ല മാറ്റം ഉണ്ടാക്കും. എനിക്കിപ്പം MBBS കിട്ടാത്തതുകൊണ്ട് ഒരു പറയുകയാണെങ്കിൽ ഇത് കിട്ടിയോണ്ട് ഒരു സന്തോഷം പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അതായത് MBBS കിട്ടാത്തതിൽ ഒരു റിഗ്രറ്റ് ഇല്ല, ഇതായിരുന്നു എൻ്റെ മേഖല, എന്നെ ദൈവം ഇവിടെ എത്തിച്ചാണെന്നുള്ളൊരു ചിന്തയാണ്. സോ ഹാപ്പി വിത്ത് ദാറ്റ്. കാരണം ഇപ്പോൾ തൃശ്ശൂർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ നീറ്റിൻ്റെ ബേസിസിൽ എത്ര കോഴ്സുകളുണ്ട് അതൊന്ന് പറയാം? തീർച്ചയായിട്ടും സാർ മെയിൻലി അവിടെ 4 കോളേജസ് ആണ്. സെൻട്രൽ ക്യാമ്പസിൽ കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ക്യാമ്പസിൽ തൃശ്ശൂർ മണ്ണൂത്തിയിൽ 4 കോളേജസ് ആണുള്ളത്. അപ്പോൾ ഈ 4 കോളേജസിൽ 4 ഡിഗ്രി പ്രോഗ്രാംസ് വരുന്നുണ്ട്, നീറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ വരുന്ന പ്രോഗ്രാമാണ് BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. രണ്ടാമത്തെ വരുന്നത് BSc അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ കോളേജ് ഉണ്ട്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്, അവിടെ വരുന്നത് BSc അഗ്രികൾച്ചർ പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ ഫോറസ്ട്രി കോളേജ് ഉണ്ട്, കോളേജ് ഓഫ് ഫോറസ്ട്രി ഉണ്ട്, അവിടെ BSc ഫോറസ്ട്രി നമുക്ക് നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ്, സെയിം കോഴ്സാണ്. പിന്നെ വരുന്നത് കോളേജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന കോളേജിൽ BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ 4 ഡിഗ്രി പ്രോഗ്രാംസാണ് നീറ്റിൻ്റെ അണ്ടറിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്. എന്തായിരുന്നോ മൈൻഡിൽ ഉണ്ടായിരുന്നത് അത് രണ്ടും ഇവിടെ നിന്നും, അല്ലെ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കോപ്പറേറ്റീവ് ബാങ്കിങ് മേഖലയിൽ ആ ഒരു കോഴ്സിലേക്ക് വന്നപ്പോൾ അഫ്സലിന് ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതായത് അഫ്സലിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു ഡോക്ടർ ആവണം എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്സൽ മുന്നോട്ട് പോയി. പക്ഷേ വളരെ കുറച്ച് മാർക്കുകൾക്ക് നീറ്റ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു MBBS സീറ്റ് നഷ്ടപ്പെടുന്നു. അവിടെ നിന്നും അഫ്സൽ ശ്രദ്ധിച്ചത് എങ്ങനെ MBBSൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്നുള്ളതല്ല, മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ സാധ്യതകളെക്കുറിച്ച് അഫ്സൽ അറിയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഫ്സൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക് എത്തുന്നു. അതാ ഇപ്പോൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാക്കണം അത്ര ഹാപ്പി ആയിട്ടാണ് അഫ്സൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാക്കിക്കൊണ്ട് വരുന്നത്. കാരണം ഇത്തരം, അതായത് ഇപ്പോൾ ഒരു ചെറിയ റേഞ്ചിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സ് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ അതിന് ഒന്നും ഒരു സ്കോപ്പ് ഇല്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവിടെയാണ് അഫ്സൽ മാതൃകയാവുന്നത്. അഫ്സൽ തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായൊരു മേഖല തന്നെയാണ് എന്ന് അഫ്സൽ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു.